എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണി ചേച്ചി. എന്താ ഫുഡൊക്കെ തന്നാ വീട്ടിൽ നിന്ന്? എന്താ പറയാ, ചിക്കനൊന്നും ഇല്ല, മീനാണ് കഴിച്ചത്. അമേരിക്കൻ ബുൾഡോഗിന്റെ സഹോദരി ചെല്ലക്കിളിയാണ്. അങ്ങനെ ആ പേര് പ്രേക്ഷകര് ഏറ്റെടുത്തു. അതെ, ആദ്യമൊക്കെ നല്ല സഹകരണമായിരുന്നു. പിന്നെ നമുക്ക് അറിയാം എന്നെ യൂസ് ചെയ്യാണെന്ന് മനസ്സിലായത്. നമ്മളെ കരിയൊക്കെ വരച്ചു കൊടുക്കാൻ മനസ്സിലാവും എന്തോ പരിപാടി. ഈ ചേട്ടന് പെമ്പിള്ളാരൊക്കെ മെസ്സേജ് അയക്കുന്ന വല്ലതും കാണാറുണ്ടോടി? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇങ്ങനെ ഇരിക്കണെങ്കിലും ആള് ശരിയല്ല. അല്ല, സ്വന്തമായിട്ട് വീട്ടിലൊരു കോഴിക്കട ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങിച്ചിടുക. പ്രിയപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സോപ്പിടും, നാക്കിട്ട് ഇങ്ങനെ നുണയ്ക്കും. ആ സമയത്ത് ഞാൻ ഡയലോഗ് ഒന്ന് പറഞ്ഞു പോകും. അപ്പൊ ഈസി ആയിട്ടാണ്. ഈസിയാണ്. ഇവിടെ എടുത്ത് എവിടെ വെച്ചാലും അവിടെ ഇരുന്നോളൂ. എടി ഉറങ്ങുന്ന ഇവിടെ നമ്മളെ സാമ്പത്തികം വെച്ച് കുറിച്ച് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ് കഴിച്ചു. ഇപ്പൊ ഞാൻ ജോലിയില്ല നിൽക്കുകയാണെങ്കിൽ മനസ്സിലൊന്ന് കണക്ക് കൂട്ടും, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലക്കിൽ ഡാൻസ് ഇവർക്ക് ഫാൻസ് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വീട് രീതിയിലാണ്. ഇവിടെ ഒരു പൂച്ചയുണ്ട്, മാസം ഉണ്ടാണ്. മറ്റേ പിന്നെ മാത്രമേ ഇവിടുത്തെ ഗുണ്ടയാണ്. വെട്ടുകൊണ്ട് പാടൊക്കെ ഉണ്ട് മുഖത്ത്. അതെ, എന്താണ് വല്ലതും പറയാവോ? ഒന്ന് എനിക്ക് ഉറക്കം വരുന്നു. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. എന്തൊരു ചെല്ലക്കിളി എന്നുള്ള ഡയലോഗ് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ളതാണ്. അത്രയും ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മളൊരു ചെല്ലക്കിളിയുടെ കൂടെയാണ്. ചെല്ലക്കിളിയുടെ ചേട്ടനും ചെല്ലക്കിളിയുടെ അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം 3 പേരെ നമുക്ക് വെൽക്കം ചെയ്യും. അതിന് മുൻപേ തന്നെ ചെല്ലക്കിളിയുടെ സംസാരം ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വിശേഷങ്ങൾ ചെല്ലക്കിളിയോട് ചോദിച്ചതിന് ശേഷം ചേട്ടൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകാം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണി ചേച്ചി. എന്താ ഫുഡൊക്കെ തന്നാ വീട്ടിൽ നിന്ന്? എന്താ പറയാ, ചിക്കനൊന്നും ഇല്ല, മീനാണ് കഴിച്ചത്. ചിക്കനാണോ മീനാണോ ഇഷ്ടം? എനിക്ക് ചിക്കനാണ് ഇഷ്ടം. ഇങ്ങനെ നാണക്കാരിയാണോ പൊതുവെ, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളൊക്കെ വന്നതിന്റെ ഒരു ജാടയാണോ? അയ്യോ, അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ പുതിയതായിട്ട് കാണുന്നില്ല, അതിന്റെ ഒരു ഞങ്ങളൊന്നും ചെയ്യത്തില്ല. നിങ്ങോട്ട് നോക്കടി കള്ളി. ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചെല്ലക്കിളിയുടെ ചേട്ടൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അവരുടെ അടുത്ത് നിന്ന് അറിയാം. അപ്പം വെൽക്കം റോയ് ചേട്ടാ ആൻഡ് അമ്മ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ട്രെൻഡിങ് ആണ് ചെല്ലക്കിളിയുടെ വീഡിയോസും മേക്കപ്പും ഡാൻസും എല്ലാം. അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പം ശരിക്കും എനിക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ചെല്ലക്കിളിയുടെ ഒരു ജനനം നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ് ചെല്ലക്കിളി വരുന്നത്? ആക്ച്വലി ഇവിടെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് 5 വർഷം വരെ ആയി. ഓക്കെ. അപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പം? 7 വയസ്സ് വരെ. അപ്പൊ വലിയ കുട്ടിയാണ്. നമ്മൾ കാണുന്ന കുഞ്ഞാണെങ്കിലും വലിയ കുട്ടിയാണ് ശരിക്കും പറഞ്ഞു. ഇങ്ങനെയാണ്, എത്ര ആഹാരം കഴിച്ചാലും ഇത്രയും തന്നെയാണ്, ഇത്രയും തന്നെ കുഞ്ഞായിട്ടിരിക്കുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ എവിടെ ഇവിടെ വട്ടിയൂർക്കാവ് കിട്ടിയതാണ്. എങ്ങനെയാണ് പറയൂ? അത് ഞാൻ ടിപ്പർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ടൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവിടെ 3-4 പട്ടികളുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. നമ്മുടെ അടുത്ത് നല്ല ഇണക്കമായിരുന്നു കാണുമ്പോൾ. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ പട്ടി പൂച്ച താല്പര്യമാണ്. ഞാൻ ഇനി കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരു സ്വാമിയാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നത്, ജോത്സ്യം നോക്കിക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ് കൊണ്ടുപോക്കോ, ജോത്സ്യം നോക്കിക്കൊണ്ടിരിക്കുക. ഉള്ളിൽ പങ്കൊക്കെ കൊടുത്ത് അദ്ദേഹം ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിരുന്നാലും എല്ലാവരും നോക്കി പറിക്കും. അങ്ങനെ പിന്നെ PF കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ കാര്യങ്ങൾ. അപ്പോഴൊക്കെ എന്തൊരു വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴതിന്റെ യൂട്രക്സ് ഒക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടാണ് യൂട്രസ് ഒക്കെ എടുത്ത് കളയുന്നത്. ഇത് ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. നമ്മൾ മൈൻഡ് ആക്കാണ്ട് സൗണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കുറുക്കൻ അല്ലേ? നമ്മുടെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെല്ലക്കിളീനെ കാണാൻ പറ്റും, നമ്മുടെ കുറുക്കനെയും കാണാൻ പറ്റും. അപ്പൊ 2 പേരും ഇവിടെ ഉള്ളതാണ്. അപ്പൊ കുറുക്കന് ഇപ്പൊ എത്ര വയസ്സായി? കുറുക്കന് 2-3 വയസ്സിനകത്ത് 2-3 വയസ്സാണ്. അനിയനാണ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ നല്ല ഇണക്കമൊക്കെയാണ്. ചേച്ചി അപ്പൊ ഇവളെ കൊണ്ട് ആദ്യമായിട്ട് ചേട്ടൻ വന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ അവിടെ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് അമ്മേ ഇതേതായ ഒരു പട്ടിക്കുട്ടീനെ കൊണ്ട് വന്നല്ലോ ദേവി, ഇനി നമ്മൾ നോക്കണ്ട, അങ്ങനെ ആയിരിക്കില്ല ആദ്യം ചിന്തിക്കുക പെട്ടെന്ന്. അപ്പൊ അമ്മ എങ്ങനെയായിരുന്നു ചിന്തിച്ചത്? എന്തിനാ എടുത്തോണ്ട് വന്നത് മോനെ, അങ്ങ് കൊണ്ടൊന്ന് വിട. എവളെ കൊണ്ടുവന്നപ്പോ ഒന്നും കഴിക്കുകയൊന്നും ഇല്ലായിരുന്നു, പേടിച്ച് ഭയന്നൊക്കെ ഇരുന്ന്. അപ്പോഴും മോൻ്റെ ഞാൻ പറയും, മക്കളെ കൊണ്ടാക്ക്, ഇവിടെ വന്നാൽ ചിലപ്പോ ഒന്നും കഴിക്കാതെ വന്ന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ കൊണ്ടൊന്ന് വിടന്നൊക്കെ പറഞ്ഞു. കേട്ടില്ല. അവൻ പറഞ്ഞു വേണ്ട, അത് ശരിയാവും കുറെ ദിവസം കഴിയുമ്പോ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ആദ്യം വന്നപ്പോ?
ആദ്യം ഇഷ്ടമില്ലായിരുന്നു. അത് പൊതുവെ ആദ്യം നമുക്ക് എന്റെ അമ്മമാരൊക്കെ ആണെങ്കിലും പൊതുവെ ആദ്യം ഇഷ്ടാവില്ല. പക്ഷെ പിന്നെ നമ്മൾ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ പട്ടിക്കുട്ടിയായിട്ട് ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. ആദ്യം കുറച്ച് എതിർത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് സെറ്റായി. അപ്പം ഈ വീഡിയോസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവക്കായിട്ട് ഉള്ള ഡബിങ് ചെയ്യുന്നുണ്ടല്ലോ, ഇവളുടെ സൗണ്ടാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ചെയ്യാമെന്നുള്ള ചേട്ടന്റെ ഐഡിയ അതെങ്ങനെയാണ് വന്നത്? എനിക്ക് നേരത്തെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ കണ്ടന്റ് വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നു. അപ്പോഴേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു. റിപ്പോർട്ട് അടിച്ച് ഓരോന്നോരോന്നായിട്ട് പൂട്ടി. അതെ അതെ, കാരണം ഈ വയലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മെയിലൊക്കെ വന്നു. അങ്ങനെയൊക്കെ സംഭവം എല്ലാ ചാനൽസും എല്ലാവരും മെറ്റഡകളിൽ എല്ലാം ഓക്കെ. അങ്ങനെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിലെ പഴയ അക്കൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. വീഡിയോസ് ഒക്കെ ഇങ്ങനെ തിരിച്ചു കിട്ടിയപ്പോൾ വിചാരിച്ചു ഇവിടെ വെച്ചൊരു ചെറിയ റീൽ ചെയ്തതാണ്. അങ്ങനെ ഇതിപ്പോൾ വൈറലാവും അങ്ങനെ വിചാരിച്ചില്ല. ഇവിടെ വെച്ചിട്ട് വീഡിയോ തന്നെ 7 മില്യൺ ഇതാന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീഡിയോ അപ്പൊ എന്തായിരുന്നു ഇവിടെ വെച്ച് ചെയ്തത്? അമ്മ ഇവിടെ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നമ്മുടെ അപ്പുറത്തുള്ളൊരു പയ്യനുണ്ട് വിജിത്ത് എന്ന് പറഞ്ഞിട്ട്. അവൻ കല്യാണം വിളിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോഴേ ഇവിടെ കണ്ടിട്ട് ചോദിക്കുകയാണ്, പട്ടി കടിക്കോ? അപ്പോഴേ അമ്മ പറയും, അവളാരെങ്കിലും പിടിച്ച് കടിക്കായിരുന്നു. അതായിരുന്നു വീഡിയോ. അവൻ കല്യാണം വിളിക്കാൻ വരുന്നു, കല്യാണം വിളിച്ചിട്ട് പോകുന്നു. അപ്പോഴിവളെ ഞാൻ ഹാൻഡിൽ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഏത് ഇനമാണെന്ന് ചോദിക്കും. ഇത് അമേരിക്കൻ ബുൾഡോഗിന്റെ സഹോദരി ചെല്ലക്കിളിയാണ്. അങ്ങനെ ആ പേര് പ്രേക്ഷകർ ഏറ്റെടുത്തു. അതെ, ചെല്ലക്കിളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തൊരു ചെല്ലക്കിളി എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ഈ ചെല്ലക്കിളീനെയാണ്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ചെയ്യണ സമയത്ത് എങ്ങനെയാണ്? ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കര സഹകരണം ഉണ്ടോ? ആദ്യമൊക്കെ നല്ല സഹകരണമായിരുന്നു. പിന്നെ നമുക്ക് അറിയാം എന്നെ യൂസ് ചെയ്യാണെന്ന് മനസ്സിലായിരുന്നു. നമ്മള് കരിയൊക്കെ വരച്ചു കൊടുക്കാൻ മനസ്സിലാവും എന്തോ പരിപാടി ഉണ്ട്. അങ്ങനെ പിന്നെ ഇതേപോലെ സൈലന്റ് ആണ്, ആളെപ്പോഴും സൈലന്റ് ആണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ സൈലന്റ് ആവും, കുറച്ചുകൂടെ പാവമാവും. അപ്പൊ ഈ വീഡിയോസിലൊക്കെ അമ്മയാണെങ്കിലും വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അമ്മ എങ്ങനെ ആദ്യം തന്നെ ചേട്ടൻ വിളിച്ചാണോ അമ്മയോടും കൂടെ വീഡിയോസിലേക്ക് വാന്ന് പറഞ്ഞ്? ഈ എവളെ വെച്ച് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അമ്മയായിട്ടുള്ള വീഡിയോകൾ ചെയ്തു തുടങ്ങിയത്. അതിനുമുമ്പ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിലുള്ള കുട്ടികളായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിനകത്തൊക്കെ വെച്ച് എവിടെ വെച്ച് ചെയ്യുമ്പോൾ അമ്മ എന്തായാലും അമ്മയ്ക്ക് ഇതൊരു ആഗ്രഹമാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണോ ചെയ്യുന്നത്? ഇഷ്ടമാണ്. അമ്മയ്ക്ക് അഭിനയിക്കുന്നത് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അമ്മ പറയൂ, പോരട്ടെ, അമ്മയുടെ വായന നമുക്ക് കേൾക്കണം. പക്ഷെ അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ല, സാഹചര്യം. അതുകൊണ്ട് ഇപ്പൊ നമ്മള് സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നോ? ഇവന് അതാണ് താല്പര്യം, മോന് ഇതിനാണ് ഇഷ്ടം. അപ്പൊ പിന്നെ പപ്പയ്ക്ക് ഇതിനെ കുറിച്ച് ഇഷ്ടമില്ല. അപ്പൊ പിന്നെ അമ്മയും കൂടെ ഇങ്ങനെ നിന്നാരെങ്ങനെയെന്ന് പറഞ്ഞതുകൊണ്ട് അവനൊരു വിഷമം. പിന്നെ ഞാൻ പറഞ്ഞില്ല, മോൻ ചെയ്തോ, അമ്മയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപ്പൊ അമ്മയും കൂടെ അഭിനയിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഷൂട്ടിംഗ് ഒക്കെ ഞങ്ങൾക്ക് ശരിക്കും അറിയേണ്ട എന്താ അറിയോ, ഈ നമുക്ക് പൊതുവെ അറിയാം. ഇപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ ആണെങ്കിലും പട്ടികുട്ടികളെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ അഭിനയിച്ചു കൊടുക്കുന്നത് എങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് കാണിച്ചു കൊടുക്കാം, മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന പോലെയല്ല. അപ്പം ഈ ശരിക്കും ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ചേട്ടന് ചില വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ലിപ്സിംഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. ചെലകിളിയുടെ ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് നാക്കൊക്കെ പുറത്തിടുന്ന കാണാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്? അതേപോലെ ക്ലോസ് വരുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സോപ്പിടും, നാക്കിട്ട് ഇങ്ങനെ നുണയ്ക്കും. ആ സമയത്ത് ഞാൻ ഡയലോഗ് എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഈസി ആയിട്ടാണ്. ഈസിയാണ്, ഇവിടെ എടുത്ത് ഇവിടെ വെച്ചാൽ അവിടെ അങ്ങ് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അതെ, ഇപ്പോഴാണെങ്കിലും നമ്മുടെ മടി വന്ന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് കുറച്ച്. എന്തൊക്കെയായിട്ട് ചെല്ലക്കിളി പറ, ചെല്ലക്കിളിയുടെ കേൾക്കാനാണ് ഇവിടെ നമ്മളൊക്കെ വെയിറ്റിംഗ്. എൻ്റെ അമ്മയൊക്കെ ആയിട്ട് എങ്ങനെ, അമ്മേനെയാണോ നമ്മുടെ റോയ് ചേട്ടനെയാണോ ഇഷ്ടം കൂടുതൽ? അത് റോയ് ചേട്ടനെ തന്നെ. റോയ് ചേട്ടനെയാണ്, അമ്മേനെ അല്ല. അമ്മയോടെ. പക്ഷെ നമ്മൾ പൊതുവെ അമ്മയാണല്ലോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടാവും എപ്പോഴും. പൊതുവെ അമ്മമാരോടല്ലേ കുറച്ചുകൂടി ഒരു ഇഷ്ടം. എൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ. ഞാൻ കിടക്കുന്നിടത്തൊക്കെയാണ് കിടക്കുന്നത്. ഞാൻ കൊണ്ടുവന്നതുകൊണ്ടായിരിക്കാം, കൊണ്ടുവന്നതുകൊണ്ടായിരിക്കാം. ചെലക്കിളി എങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാ? ഇപ്പം കറക്റ്റ് ആയിട്ട് കുറെ ഫുഡൊക്കെ കഴിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അത് ശരീരം പോലെ തന്നെ എത്ര കഴിച്ചാലും ആളൊക്കെ തന്നെ? പിന്നെ മുട്ട, ഇറച്ചി, ഇതൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. ഇറച്ചി ഉറങ്ങുന്ന എടി ഉറങ്ങുന്ന
ഇവിടെ നമ്മളിരുന്ന് നമ്മളെ സാമ്പത്തികം വെച്ച് പൊരിച്ച മീൻ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ് കഴിച്ചു. അതെ, അതുപോലെ തന്നെ ചെല്ലക്കിളിയുടെ മെയിൻ ആണ് ഇത് എങ്ങനെയാണ് ഈ മേക്കപ്പ്? നമ്മൾ വീഡിയോസ് നോക്കുകയാണെങ്കിൽ കണ്ണ് വരയ്ക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കണ്ണ് വരയ്ക്കുന്നു. ഒരു വീഡിയോത്തെ കണ്ട് ഞാൻ നീല കണ്ണ് വരച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് എനിക്ക് വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ. എൻ്റെ പട്ടിക്കുട്ടിയൊക്കെ ആണെങ്കിൽ എന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോവും. അത്രയും പോലും സഹകരണമില്ല. പക്ഷെ നോക്കുമ്പോൾ ഇവളെല്ലാത്തിനും സഹകരിച്ച് ഇപ്പൊ മേക്കപ്പ് ഒക്കെ ആണെങ്കിലും മേക്കപ്പ് ഇടുന്നതൊക്കെ ചേട്ടനാണോ? എങ്ങനെയാണ് ഈ മേക്കപ്പ് കാണുമ്പോ തന്നെ നമുക്ക് തോന്നും അയ്യോ എന്ത് ദൈവമേ എന്നുള്ള രീതിയിൽ അതിലൊക്കെ ഇരുന്ന് തരും കേട്ടോ. അവക്ക് അറിയാം. അപ്പൊ അറിയാം. ഇപ്പൊ ഞാൻ ജോലിയില്ല നിൽക്കുകയാണെങ്കിൽ ഇവള് മനസ്സിലൊന്ന് കണക്ക് കൂട്ടും, എന്നെ കൊണ്ട് എന്തെങ്കിലും എന്തോ ചെയ്യിക്കാനുണ്ട്. ഇപ്പം വീട്ടിലിരിക്കണം, അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. പ്രാർത്ഥിക്കും ജോലി ഇവക്ക് ഇതൊരു മടുപ്പാണോ എന്നുള്ള രീതിയിലാണല്ലേ. അതുപോലെ തന്നെ ചെലക്കിളിയുടെ ഡാൻസ് അതിനെയും പറ്റി നമുക്കറിയണം. എങ്ങനെയാണ് ചേട്ടന്റെ സ്റ്റെപ്സ് ആണ്, പക്ഷെ എന്നാലും അല്ല അത് പ്രത്യേകിച്ചൊന്നുമില്ല. അത് പിന്നെ അന്ന് വേറെ വീഡിയോ ഒന്നും മനസ്സിൽ തോന്നാത്തോണ്ട് അങ്ങനെ ഒരു റൂട്ട് പിടിക്കാന്ന് വിചാരിച്ചു ചെയ്തതാണ്. അപ്പൊ എല്ലാം ഫ്രഷ് ആയിട്ട് വരുന്ന കണ്ടന്റുകളാണ്, ഫ്രഷ് ആയിട്ട് വരുന്ന ഐഡിയാസ് ചേട്ടനപ്പം ഇവളാണ് പരീക്ഷിക്കുന്നത്. കാരണം ഫാൻ പവർ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഫാൻസ് കൂടുതൽ ചെല്ലക്കിളിക്കാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം ചെല്ലക്കിളിനെ വെച്ചിട്ട് ഇവര് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഒന്നും മിണ്ടാനില്ല. ആരെന്താ ചോദിക്കുന്നത്? ഇവരൊക്കെ എന്തിനാ വന്നേക്കുന്നത് എന്നുള്ളൊരു നോട്ടമാണ് ചെല്ലക്കിളിക്ക്. ഈ മതിയാക്കി പോ എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചെല്ലക്കിളിക്ക് അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ നാട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? അവരിങ്ങനെ നെഗറ്റീവായിട്ട് വല്ലതും പറയാറുണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് തന്നെ ഇങ്ങനെ എല്ലാം നന്നായി വീഡിയോസ് ഒക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്? മറ്റവരൊക്കെ നമുക്ക് ഇവിടെയുള്ള ചുറ്റുപാടുള്ള നമ്മളെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെയാണ്, എല്ലാവർക്കും അറിയാം എനിക്ക് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ട്രൈപോഡും കൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കും. പുറത്തും പോയി ഷൂട്ട് ചെയ്യാറുണ്ട്, പുറത്ത് റോഡിൽ അങ്ങോട്ടൊക്കെ പോയി ഷൂട്ട് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ വേറെ വരുന്ന 2 ചേട്ടന്മാരുണ്ടെന്നല്ലേ? അപ്പൊ അവരൊക്കെ ആണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ. ദീപു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉള്ളത് നെയ്യാറ്റിൻകരക്കാരനാണ്. പുള്ളിക്ക് ഈ അഭിനയത്തോട് ഇഷ്ടമുള്ളത് കൊണ്ട് പുള്ളി വരും. പിന്നെ ഒന്നുള്ളത് തൊട്ടപ്പുറത്തുള്ള പയ്യനാണ്. അവര് 2 പേരാണ്. അപ്പൊ ഇതിന്റെ കണ്ടന്റ് ഒക്കെ ചേട്ടനാണോ സെറ്റ് ആക്കുന്നത് എല്ലാം? ഓ എനിക്ക് വയ്യ. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ അവരായിട്ടുള്ള നമ്മുടെ ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പം എപ്പോഴും പറയും ഭയങ്കര സ്പെഷ്യലാണ്. ഡോഗ്സ് ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കും, മനുഷ്യരെക്കാട്ടും ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ചേട്ടനും ചെല്ലക്കിളിയും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണ്? തീർച്ചയായും അത് സത്യമാണ് കേട്ടോ. മനുഷ്യനെക്കാളും സ്നേഹമുള്ളതാണ് മൃഗങ്ങൾ. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഞാൻ രാത്രി എത്ര സമയത്താണെങ്കിലും വൈകി വരുമ്പോൾ അറിയാം, എൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ വന്നു കയറുമ്പോൾ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഒരു പുച്ഛ ഇവനൊന്നും കൊണ്ടുവന്നില്ല, വെറുതെ ഇരുന്ന് നോക്കിയത് വെറുതെ ആയില്ല ദൈവമേ. അതെ, എന്തിനാ ഞാൻ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അവനും കുറുക്കനും അറിയാം ചേട്ടന്റെ ബൈക്കിന്റെ സൗണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ച പോലെ ചെല്ലക്കിളി ഇങ്ങനെ ഇറങ്ങി പോവാറുണ്ടോ ഇങ്ങനെ? അപ്പൊ ലൈക്ക് തല്ലൊക്കെ കൊടുത്തിട്ടാണോ തിരിച്ചു വരുത്താറ്? പിന്നെ കെട്ടിയിടാറില്ല. ഞാൻ കെട്ടിയിടാറില്ല, കാരണം അതൊരു സ്വാതന്ത്ര്യത്തിന് മേൽ കൈയെടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നില്ല. ഞാൻ കെട്ടിയിടാറില്ല. അത് ഇവർക്കൊരു ഇതുമാണ്, പ്രൈവസിയാണ്. ഞാൻ ഇങ്ങോട്ടെങ്കിലും ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഷൂസ് ഒക്കെ ഇട്ട് പോണെങ്കിൽ വിചാരിക്കാം വൈകുന്നേരം പ്രതീക്ഷ. അപ്പൊ അമ്മേനെ പേടിയില്ല തോന്നുന്നു. അമ്മ ഉണ്ടെങ്കിൽ പോവും. കറക്റ്റ് ഈ ലൊക്കാലിറ്റി തന്നെ കാണുമെങ്കിലും ഇങ്ങനെ ഒറ്റ ഓട്ടോ, വേറെ ദൂരോട്ടൊന്നും പോവില്ല. റൗണ്ടിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പൊ കറക്റ്റ് തന്നെ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരും. നമ്മൾ അന്വേഷിച്ചു പോകേണ്ട അവസ്ഥയൊന്നും വരത്തില്ല. പിന്നെ ദീപാവലി സമയങ്ങളില് പിന്നെ ഒരിടത്തും പോവില്ല. 3-4 ദിവസത്തേക്ക് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പടക്കം ഭയങ്കര പേടിയാണല്ലേ? ശാല നേരത്തെ ബാൻഡ് സൗണ്ടും കേട്ട് അതാണോ നമ്മൾ വന്നപ്പോ അതുകൂടെ പേടിയുണ്ടായിരുന്നോ? അതാണ് അങ്ങനെ സൗണ്ട് ഭയങ്കര വിഷയമാണ്. ദീപാവലി വന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിന്റെ അടിയിൽ ഇറങ്ങില്ല 2 ദിവസത്തേക്ക്. ആര് വന്നാലും ദീപാവലി വന്ന് പടക്കം എന്റെ പൊന്നെ ഉറങ്ങല്ലടാ, ഉറക്കത്തിലാ ഇങ്ങനെ മറിഞ്ഞടിച്ച് ഇങ്ങനെ വീഴുക കണ്ണൊക്കെ അടച്ച്.
അപ്പൊ അമ്മയും ചെല്ലക്കിളിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇപ്പം ഭയങ്കര എന്താ പറയാ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തുള്ള അല്ലാണ്ട് ഭയങ്കര ഒരു മോളെ പോലെ തന്നെ അങ്ങനെയാണോ? അങ്ങനെ തന്നെ ഈ അമ്മ പറയുമ്പോ തന്നെ അറിയാം നല്ല രീതിയിൽ എങ്ങനെയാ സ്നേഹിച്ച് അമ്മേനെ ഇങ്ങനെ ചിലപ്പോ കുറുമ്പൊക്കെ കാണിക്കുമല്ലോ, നമ്മുടെ ചെല്ലക്കിളി കുറുമ്പൊക്കെ കാണിച്ചിട്ട് വന്ന് ക്ഷമയൊക്കെ ചോദിക്കുന്നത് അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നും എൻ്റെ ഇവിടെ കുഴപ്പമില്ല. ഒന്നും ആഹാരം കൊടുക്കുക, കഴിക്കുക, അങ്ങ് കട്ടിലിൽ കയറി കിടക്കുക, കാര്യം അത്രയും മോൻ്റെ കൂടെ തന്നെ. പിന്നെ വീഡിയോക്ക് വേറെ ഇതൊന്നുമില്ല, എവിടെ നമ്മൾ എവിടെ എടുത്തിരുത്തും അവിടെ അങ്ങനെ ഇരുന്നോളും. ഒരു പ്രശ്നമില്ല. മതിയോ ഒന്ന് അവളെ ഭാഷയിൽ ചോദിക്കും, കറക്റ്റാ പറയില്ല. അപ്പൊ ചേട്ടനിങ്ങനെ എല്ലാ ദിവസമാണോ കണ്ടന്റ് എടുക്കുന്നത്? ഇപ്പൊ എല്ലാം അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയില്ല. ഈ പിന്നെ വർക്കില്ലാതെ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ബൈക്കിലൊക്കെ ഇരുന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു തോട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പിലോ എല്ലാം ഒരു വോയിസ് ഇട്ട് ഇങ്ങനെ സേവ് ചെയ്തിട്ട് വീട്ടിലേക്ക് അവസാനം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കും. ഇപ്പൊ വീണ്ടും തുടങ്ങി പഴയ ചാനലുകൾ ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ മൊത്തത്തിൽ ഇവളെ വെച്ചൊരു കണ്ടന്റ് വെച്ച് വേറെ കണ്ടന്റ് ഇവർക്ക് ഫാൻസ് ഭയങ്കര ഇവളെ വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വീട് കത്തുന്നുള്ള രീതിയിലാണ്. അപ്പം ശരിക്കും ചേട്ടന് എങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ട്രോൾ പേജ് പോയി അതുണ്ട്, പക്ഷെ എന്നാലും നമ്മളുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ചെയ്യാം, നമുക്ക് ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ഇടാം എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ഒരു ഉള്ളുന്ന ഇതുണ്ടാവുമല്ലോ, നമുക്കിതാണ് നമ്മുടെ ഇഷ്ടം, നമുക്കിത് ചെയ്യണം. അപ്പം ചെറുപ്പം മുതലേ ചേട്ടന് ഇഷ്ടമായിരുന്നോ ഇങ്ങനെ? എനിക്ക് അഭിനയത്തോട് പണ്ടോട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പുറത്തുള്ള അവസരങ്ങൾ കിട്ടത്തില്ല, നമുക്ക് ഇറങ്ങി നടക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു ടീം. അങ്ങനെ കൊറോണയ്ക്കൊക്കെ മുമ്പേ ഞാൻ ഈ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു 10 ഇടുമ്പോൾ 2 ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ കയറി പോയി അത്യാവശ്യം 19,000 ഫോളോ ഒക്കെ എങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ 40,000 ഫോളോ, ഫേസ്ബുക്കിൽ 19,000 ഫോളോ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലായിരുന്നു ഒരു തരംഗം, ഫേസ്ബുക്കിലായിരുന്നു തരംഗം. പിന്നെ അങ്ങനെ പൊക്കോണ്ടിരുന്ന് ഈ കൊറോണ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഇതായി, ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ ആയി. പക്ഷേ ഇതായിരുന്നു പ്രശ്നം. ഞാൻ ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ ഫേക്ക് മതങ്ങൾ, ഫേക്ക് ദൈവങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു വേർതിരിവില്ല, ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എല്ലാത്തിനും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ വീണ്ടും പിന്നെ ഒന്നിന്നൊക്കെ ഇപ്പൊ ചെയ്തൊക്കെ വരുന്നു. അപ്പൊ ഒരു സ്റ്റേജിലാണ്. അതെ. പിന്നെ ഇവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഞങ്ങളുടെ ഇവിടെ അപ്പുറത്തായിരുന്നു, കുറച്ച് ഒരു 300 മീറ്റർ അപ്പുറത്ത്, അവിടെ വെച്ചായിരുന്നു ഞാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ട്രോൾ പേജ് ഒക്കെ പോയ സമയത്ത് ശരിക്കും പറയാൻ നമ്മുടെ അത്രയും അധ്വാനമാണല്ലോ, നമ്മുടെ അത്രയും ഒരു അധ്വാനമാണ് ഒറ്റയടിക്ക് അങ്ങ് പോകുന്നത്. അപ്പം ആ സമയത്തുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ആ സമയത്ത് എന്താ ചെയ്യുക, ആർക്ക് ഇപ്പം നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണോ എന്താന്നൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണത് എന്താ പറയാ ഹാൻഡിൽ ചെയ്തത്? ഞാൻ ആദ്യം നമ്മുടെ ഒരു ടെക്നിക്ക് പരമായിട്ടുള്ള ഒരു സുഹൃത്തിനെ ടെക്നോ പാർക്കിൽ കണ്ട് സംസാരിച്ച് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള മാക്സിമം ട്രൈ ചെയ്തു. അത് നടന്നില്ല. ലാസ്റ്റ് പിന്നെ എനിക്ക് എൻ്റെ പേരിൽ തന്നെ തുടങ്ങാൻ പറ്റാത്ത റോയ് വിൽസൺ എന്നാണ് പേര്, എൻ്റെ പേരിൽ തന്നെ തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കിത് വിധിച്ചിട്ടില്ല, ഇത് അങ്ങോട്ട് വിടാം എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പിന്നെ ഒരു പേജൊക്കെ ഇങ്ങനെ തുടങ്ങി, ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലാതെ പോകണം. പിന്നെ വീണ്ടും അതിപ്പോ വലുതായിട്ട് ആരെയും വെറുപ്പിക്കാൻ പോകുന്നില്ല, അല്ലാത്ത ചെറിയ കണ്ടന്റിൽ ഇട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ട്രോൾ പേജിൽ രാഷ്ട്രീയത്തെ പറ്റിയിട്ടൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ കുറെ ഹേറ്റേഴ്സും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളിപ്പോ ഭീഷണികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഇതിന് സിറ്റുവേഷൻസും അതിനെ എങ്ങനെയാണ് അപ്പം ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പം പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട അവകാശമുണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ ചാനലിൽ കയറിയിട്ട് ഫുള്ള് വീഡിയോ കാണുക, നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളോ മാത്രമാണ് വിമർശിച്ചിട്ടുള്ളത്, അങ്ങനെ ഇങ്ങനെ പുള്ളി. അപ്പോഴും അവർ നല്ലൊരു മനുഷ്യനാണെങ്കിൽ കയറി നോക്കും, കംപ്ലീറ്റ് നോക്കിയിട്ട് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വിമർശിച്ചുകൊണ്ടിരിക്കും, ഞാൻ അതങ്ങ് വിടും. അതിൻ്റെ പുറകെ പോയാൽ ഒരു വള്ളി നമ്മൾക്ക് അമ്മ. അപ്പോൾ ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ അമ്മ ഇങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ, അധ്വാനിക്കുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്, ട്രോൾ പേജ് അത് രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ആ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്ന സങ്കടമാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് അമ്മ ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പം ട്രോൾ പേജ് രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ചത് വൈഡായിട്ട് കുറേ ആൾക്കാർ കാണുന്നതാണല്ലോ. അപ്പം നമ്മൾ പൊളിറ്റീഷ്യൻസൊക്കെ എന്ത് വേണമെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം അമ്മ ഇങ്ങനെ പറയാറുണ്ട്, മോനെ ഇങ്ങനെ ഇത്രയും വേണോ, ഇങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ
ഇങ്ങനത്തെ വീഡിയോസ് ഇടണോ എന്നുള്ള രീതിയിലൊക്കെ അമ്മ ചോദിക്കാറുണ്ടായിരുന്നോ? ചോദിക്കാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് പേടിയായിരുന്നോ? അതുകൊണ്ട് അങ്ങനെയൊന്നും ഇടണ്ട മോനെ, അതൊക്കെ ഇത് ഞാൻ എടുത്തിട്ട് അമ്മയെ കാണിക്കാറുണ്ട്. ഇടുന്നതിന് മുമ്പ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ കാണിക്കും. എക്സ്പോർട്ട് ഒക്കെ ചെയ്തിട്ട് അമ്മ ഇങ്ങനെ കൊള്ളാം. അപ്പൊ ചിലപ്പോൾ അമ്മയ്ക്ക് സംഭവം മനസ്സിലായി, അമ്മയ്ക്ക് അറിഞ്ഞൂടാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും അത്. അപ്പൊ അമ്മയ്ക്ക് പറയും ഇത് വേണ്ട, ഇത് കണ്ടിട്ട് പ്രശ്നമാണ്, ഇത് വേണ്ട. അപ്പൊ ഞാൻ പറയും ശരി അമ്മ വേണ്ടെങ്കിൽ വേണ്ട, അപ്പുറത്തിട്ട് ഞാൻ അത് ചെയ്യും. അമ്മ അറിയാണ്ടിടും പോസ്റ്റ്. അപ്പൊ അമ്മ ഫുൾ സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട് ഇതിന് ശേഷം. അപ്പം അപ്പയ്ക്കാണെങ്കിലോ അപ്പയുടെ എങ്ങനെയായിരുന്നു? അപ്പൊ അച്ഛന്റെ സപ്പോർട്ട് ഇഷ്ടമല്ല. അപ്പം അഭിനയത്തോട് വലിയ ജോലി ചെയ്യുക, ജീവിക്കുക, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ്. കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ പക്ഷെ ഇത്രയും വ്യൂസ് ഉണ്ട്, ആൾക്കാരെ ഒത്തിരി അറിയുന്നുണ്ട്, നമ്മളെ നാട്ടുകാരെ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അറിയുമ്പം അച്ഛനൊരു ഒരു മാറ്റം എന്തെങ്കിലും? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ സീരിയലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോ എന്നൊക്കെ പോണതല്ലാതെ അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ചെല്ലക്കിളിയിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ് ആണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡോഗ്സിനെ കൊണ്ടൊക്കെ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകുന്ന ഒക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഇവളെയും കൊണ്ട് ഓൾ ഇന്ത്യ ഇവളെയും കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യണം, ഇവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? എനിക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒത്തിരി വീഡിയോസ് ഇറക്കണമെന്നും കുറച്ച് ആൾക്കാരെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ തിരുവനന്തപുരത്ത് നമ്മുടെ ഇതിന്റെ എക്സിബിഷൻ ഒക്കെ നടക്കുമല്ലോ, അവിടേക്ക് ഒന്ന് കൊണ്ടുപോകണം. ഫാൻസിനെ പോയി കാണാൻ, പ്രദർശനത്തിന് വേണ്ടിട്ട്. അതെ അതെ അതെ, അവർക്കൊന്ന് കാണാൻ വേണ്ടിട്ട്. നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ ചെല്ലക്കിളി? ചിലർക്ക് ഇനി വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കും, ഒന്ന് കണ്ടാ കൊള്ളാന്നുള്ള. അതെ അതെ, ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു, ചെല്ലക്കിളിനെ കാണണം എന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ വരാൻ പറ്റിയില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഈ ഗോപി എപ്പോഴും ഉണ്ടാവുമോ? ഇത് കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും, വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അല്ലാണ്ട് ഇല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഉരുണ്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇവക്കായിട്ടുള്ള ഫാൻസ് ആണെങ്കിലും ഇപ്പൊ ചേട്ടനാണല്ലോ പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ചേട്ടന് അതുവഴി ഇങ്ങനെ വല്ല പെമ്പിള്ളേർ ഫാൻസ് ഒക്കെ ഉണ്ടോന്നായിരുന്നു എനിക്ക് ഇവളോട് ചോദിക്കാറുണ്ടായിരുന്നത്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ ചെല്ലക്കിളി. അതെ, നീ ഭയങ്കര ഫേമസ് അല്ലേ? അപ്പോ ഈ ചേട്ടന് പെമ്പിള്ളേരൊക്കെ മെസ്സേജ് അയക്കുന്ന വല്ലതും കാണാറുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്താ എന്നിട്ട് നീ നോക്കുമ്പോ എന്താണ് ഈ ചേട്ടൻ ഇങ്ങനെ നിന്നെ വെച്ചിട്ട് ഫാൻസും എല്ലാം കൊണ്ടും ഒരു പരിപാടിയാണോ? ഇങ്ങനെ ഇരിക്കണെങ്കിലും ആള് ശരിയല്ല. അതെ, ആള് ശരിയില്ല. ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇനി എന്താണ് കുറച്ച് സമാധാനം തരുമോന്നാണോ നിനക്ക് ചോദിക്കേണ്ടത്? എപ്പോഴും നിന്നെ കൊണ്ട് വീഡിയോസ് ചെയ്യിപ്പിച്ച് നിനക്കൊരു സമാധാനം തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സ്വന്തമായിട്ട് വീട്ടിലൊരു കോഴിക്കട ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ചിക്കൻ വാങ്ങിച്ചു തരിക, അങ്ങനെ അത്രേ ഉള്ളൂ. എനിക്കൊരു അയ്യോ വയ്യ, എൻ്റെ പൊന്നിന് വയ്യ. അപ്പോൾ ഇവൾക്ക് അല്ലാണ്ട് ഇവളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണോ? ഇങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം 2 വയസ്സായിരുന്ന സമയത്താണല്ലോ ഇവൾ എടുത്തോണ്ട് വരുന്നത്. അപ്പം ആ സമയത്ത് എടുത്തോണ്ട് വന്നപ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അല്ല, പപ്പയ്ക്ക് ഇഷ്ടമാണ്. ആണോ? ഇഷ്ടമാണ്. നമുക്ക് അതിന് മുമ്പേ പട്ടി ഉണ്ടായിരുന്നു. അപ്പോഴേ അത് പിന്നെ ആരോ വിഷം എന്തോ വെച്ചിട്ടല്ലേ അമ്മ. അപ്പോഴമ്മ പറഞ്ഞിട്ട് വേണ്ട, ഇതിന് സങ്കടം കാണാൻ വയ്യ. വിഷം വെച്ചിട്ട് ആരോ നാട്ടുകാരോ ഇങ്ങനെ വിഷം വെച്ചിട്ട് അത് ചത്തുപോയി. അപ്പോഴമ്മ പറയും നമുക്കിത് നിർത്താം. അർജുൻ എന്നാണ് പേര്. അർജുനൻ. ഭയങ്കര സ്നേഹമായിരുന്നു, ഒരുപോലെ ഒരു ആണായിരുന്നു. അപ്പോഴമ്മ പറഞ്ഞു വേണ്ട. ആ ഒരു സമയത്താണ് ഞാൻ ഇത് കണ്ടിട്ട് എടുത്തോണ്ട് പറഞ്ഞത്. അതാണ് അമ്മ ആദ്യം വേണ്ടാന്ന് പറഞ്ഞത്. പിന്നീട് അമ്മ ഒരു പട്ടിക്കുട്ടി നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ഒരു വിഷമമാണ്. അപ്പൊ അതിന് ശേഷം പിന്നെ ഇവൾക്ക് ശേഷമാണോ കുറുക്കം വരുന്നത്? കുറുക്കം വന്നിട്ട് ഏകദേശം 4-5 മാസത്തിനകത്തേ ഉള്ളൂ. 5 മാസത്തിനകത്തായിട്ടുള്ളൂ. അപ്പൊ കുറുക്കനെ വെച്ചിട്ടാണെങ്കിലും കുറുക്കനാണെങ്കിലും വീഡിയോസിന് ഭയങ്കരമായിട്ടും എല്ലാ സഹകരണമാണോ? കുറുക്കൈ പിന്നെ എപ്പോഴും ഇവിടെ സിറ്റ് ഔട്ടിൽ തന്നെ കാണും. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ഇട്ട് കൊടുത്താൽ ചെയ്തവളെ പിടിച്ചിരുത്തും. അപ്പൊ ഇവളുണ്ടല്ലോ വീഡിയോസ് ഒക്കെ ചെയ്യണ സമയത്ത് ഇവളെങ്ങാനും മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇവളെ ചീത്ത പറയോ? ഞാനോ? ചീത്ത പറഞ്ഞ് പണങ്ങി നിൽക്കേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല? ദേഷ്യപ്പെടാറുണ്ട്, ഇങ്ങോട്ട് നിന്നിരി എന്ന് പറയുമ്പോ പിന്നെ അറിയാം. ദൈവം ഇത്രയും സഹകരണോ? എന്റെ പൊന്നെ, എനിക്ക് വയ്യതൊന്നും കാണാൻ. ഇവളല്ലാണ്ട് ഒരു ചീത്തയും പറഞ്ഞ് ഒരു കുറുമ്പും കാണിക്കുന്ന അങ്ങനെ ഒന്നുമില്ല. ഇല്ല, എവിടെയെങ്കിലും ഇത്തിരി എടുത്ത് വച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്ര ഒരു കുറുമ്പുമില്ല. പക്ഷെ കുരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പട്ടി പുറത്തുനിന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കുരയില്ലങ്ങ് ഒതുക്കും. ഓടി അടുത്ത് പോയിട്ട് എന്നെ പേരൊക്കെ ചോദിച്ച് താമസിക്കുന്ന ചോദിച്ചു ശരി എന്നാ പിന്നെ കാണാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തിരിച്ചു വരും. അതെ അതെ.
അയ്യോ അടിപൊളി. അപ്പൊ അതുപോലെ ചേട്ടന് ചേച്ചി ഉണ്ടെന്ന് തോന്നുന്നു. ചേച്ചി എന്താണ് ഇവിടെ തന്നെയാണോ ഉള്ളത്? അപ്പുറത്തെ പൂഴാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ അതെ. അപ്പൊ ചേച്ചിനെ എപ്പോഴാണ് വീഡിയോസിലേക്ക്? ചേച്ചിനെ ഒന്നും വീഡിയോസിൽ കാണുന്നില്ലല്ലോ. അമ്മയുണ്ട്, ചേട്ടനുണ്ട്, 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇനി ചേച്ചിനെ എപ്പോഴാണ് നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റുക? ചേച്ചി ജോലിക്കൊക്കെ പോണോണ്ട് ഗ്യാസ് ഏജൻസിയിലാണ് ജോലിക്ക് പോകുന്നത്. ഓണത്തിന് വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും വീഡിയോ നിർത്തണം. അപ്പൊ എന്തെങ്കിലും വീഡിയോ പിടിച്ചിടണം. അയ്യോ, ഇനി നമുക്കൊരു പട്ടിക്കുട്ടീനെയും കൂടെ മേടിക്കാനോ അല്ലെങ്കിൽ വളർത്താനോ വല്ലതും പ്ലാൻ ഉണ്ടോ? ഉണ്ടല്ലോ, 2 പേരുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഒരു നമ്മുടെ ചെലക്കളിയുടെ കൂടെ കൂട്ടിനായിട്ട് വീഡിയോസിന് വേറെ ഒരു പട്ടിക്കുട്ടീനെ എങ്ങാനും? നമ്മുടെ അനിയന്റെ വീട്ടിലൊക്കെ വേറെ പട്ടിയുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടില് വേറെ അവിടെ ജർമ്മൻ ഷെപ്പേർഡ് അതും ഇതൊക്കെ ഉണ്ട്. എല്ലാം കൂട്ടുകാരാണ്, ഒരു പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം. പിന്നെ അടുക്കള ഭാഗത്ത് നോക്കി കാണാം, അപ്പുറത്ത് ഇപ്പോൾ 2-3 പേര് വന്നിരിപ്പുണ്ടായിരിക്കും ചോറിന് സമയം. പൂച്ചക്കുട്ടി, ഇവിടെ പൂച്ചക്കുട്ടികളും ഉണ്ടോ? പൂച്ചയുണ്ട്. ഇവിടെ ഒരു പൂച്ചയുണ്ട്, വാസു ഉണ്ടാണ്. വല്ല പിന്നെ മാത്രമേ വീട്ടിൽ ഇവിടുത്തെ ഗുണ്ടയാണ്. വെട്ടുകൊണ്ട് പാടൊക്കെ ഉണ്ട് മുഖത്ത്. സത്യത്തില് അവിടുത്തെ വീട്ടിൽ വെച്ച് നല്ല പാവമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇത്തിരി ആള് ഇച്ചിരി ഗമ്മയായി ഇവിടെ ഉള്ള എല്ലാത്തിനെയും. അപ്പൊ ഇനി പൂച്ചേനെ വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. കുട്ടു എന്നാണ് പേര്. അപ്പൊ എന്തായാലും ചെല്ലക്കിളി ഇന്ന് ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ എന്താ പറയാ, അതെ എന്താണ് വല്ലതും പറയാവോ? ഒന്ന് എനിക്ക് ഉറക്കം വരുന്നു. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇപ്പൊ പോയി ഇറങ്ങാം. ഫുഡ് കഴിച്ചോ? ഇല്ല, ഇനി തന്നെ. ചെല്ലക്കിളി ഇന്ന് ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഭയങ്കര ടയേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഉറക്കം വന്നാണ് ഇനി ഇരിക്കുന്നത്. നേരത്തെ ഇത്രയും കൃത്യനിഷ്ഠ, ഇത്രയും ഹെൽത്ത്, ഇത്രയും ഇങ്ങനെ നോക്കുന്ന ഒരു ചെല്ലക്കിളിയെ ഉറക്കമാണ് ചെല്ലക്കിളിയുടെ സൗന്ദര്യത്തിന്റെ മെയിൻ കാരണം. ഈ ഗോപി അല്ല ഇന്ന് കുളിച്ച് കുട്ടപ്പയാക്കിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. സുന്ദരിയായിട്ടാണ് ഇരിക്കണത്. അപ്പം നമ്മൾ ചെല്ലക്കിളിയുടെ വീഡിയോസ് ഒത്തിരി അധികം ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതാണ്. അതിൻ്റെ പിറകിലുള്ള നമ്മുടെ റോയ് ചേട്ടനും അമ്മ പത്മിനി അമ്മയാണ്. അപ്പം ഇവർ 3 പേരും കൂടെയാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പം ചെല്ലക്കിളിനെ ഉറങ്ങി ഇങ്ങനെ സൈഡാവാണ്. നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ, ചെല്ലക്കിളിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. അപ്പം ഇനിയും ചെല്ലക്കിളിയുടെ വീഡിയോസ് നമ്മൾ കാണാൻ വെയിറ്റിംഗ് ആണ്. പുതിയ കണ്ടും മുണ്ടുടുത്തും ഇനി അടുത്ത ലിപ്സ്റ്റിക്കും കൂടെ എങ്ങനെയെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ ചെല്ലക്കിളി ഇട്ട് കൊടുക്കണം എന്നാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഇത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അമ്മ, താങ്ക് യു സോ മച്ച് റോയ് ചേട്ടാ. ഒത്തിരി അധികം സന്തോഷമുണ്ട്.